നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ യോഗം ജനറൽ സെക്രട്ടറി ആയതിന്റെ 30ാം വാർഷികം ഇന്ന് വിപുലമായി ചേർത്തലയിൽ ആഘോഷിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനും 4 സംസ്ഥാന മന്ത്രിമാരും ആ ചടങ്ങിൽ പങ്കെടുത്തു. വെള്ളാപ്പള്ളി നടേശനെ വാനോളം പുകഴ്ത്തുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന്. പിണറായി അങ്ങനെ ആരെയും വെറുതെ പുകഴ്ത്താറില്ല. അപ്പോൾ അതിനു പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണും. ആ കാരണം കേരള രാഷ്ട്രീയത്തെ തന്നെ വലിയ ഒരു പ്രകമ്പനത്തിലേക്ക് കൊണ്ടുപോകുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. BDJS ഭാരതീയ ജനധർമ്മസേന, വെള്ളാപ്പള്ളി നടേശനും മകൻ തുഷാർ വെള്ളാപ്പള്ളിയും രൂപം കൊടുത്ത രാഷ്ട്രീയ പാർട്ടി കേരളത്തിലെ BJPയുടെ പ്രധാന ഘടകകക്ഷി. ആ BDJS ഇടതുമുന്നണിയുമായി അടുക്കുകയാണ്. അഥവാ BDJSും ഇടതുമുന്നണിയുമായി അടുക്കാനുള്ള നീക്കങ്ങൾക്ക് പിണറായി വിജയൻ പച്ചക്കൊടി കാട്ടിയോ? ഇന്ന് പിണറായിയുടെ വെള്ളാപ്പള്ളി സ്തുതി കണ്ടപ്പോൾ പലർക്കും തോന്നിയ സംശയം ഇതാണ്. ഇത് വെറും സംശയമല്ല, കാര്യം യാഥാർത്ഥ്യമാണെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ 10 വർഷമായി കേന്ദ്രഭരണത്തിലുള്ള BJP BDJSനെ കേരളത്തിൽ നിരന്തരം അവഗണിക്കുകയാണെന്നുള്ള പരാതി വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിക്കഴിഞ്ഞു. കേന്ദ്ര സർക്കാർ ഉണ്ടായിട്ടും, കേന്ദ്രത്തിൽ പ്രബലമായൊരു BJP സർക്കാർ ഉണ്ടായിട്ടും, നരേന്ദ്രമോദിയുമായി വ്യക്തിപരമായി തന്നെ അടുപ്പമുണ്ടായിട്ടുമെല്ലാം BDJSന് കാര്യമായ ഒന്നും കേരളത്തിൽ BJP നൽകുന്നില്ല എന്ന പരാതിയാണ് ഇന്ന് വെള്ളാപ്പള്ളി പരസ്യമായി ഉയർത്തിയത്. ഒരു കാര്യത്തിലും ഹൈക്കോടതിയിലെ കേന്ദ്ര സർക്കാർ സ്റ്റാൻഡിംഗ് കൗൺസിൽ മുതൽ ഇങ്ങോട്ട് ഒരു പദവിയും തങ്ങൾക്കായി നൽകുന്നില്ല എന്ന പരാതി വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിയിരുന്നു. ഇനി BDJS എന്തിന് BJP പാളയത്തിൽ നിൽക്കണം എന്ന ചോദ്യമാണ് വെള്ളാപ്പള്ളി തന്ത്രപൂർവ്വം ഇന്ന് മുന്നോട്ട് വച്ചത്. അതിന് മറുപടി എന്നോണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചേർത്തലയിൽ വെള്ളാപ്പള്ളിയെ സ്തുതി കൊണ്ട് മൂടിയത്. കുമാരനാശാനേക്കാൾ കരുത്തനായ യോഗം ജനറൽ സെക്രട്ടറിയാണ് വെള്ളാപ്പള്ളി എന്നാണ് പിണറായി വിജയൻ പറഞ്ഞു വച്ചത്. അത് വെറുതെ പറഞ്ഞു വെച്ചതല്ല. BDJS എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇടതുമുന്നണിയുടെ ഒരു ഘടകകക്ഷിയാക്കി മാറ്റാനുള്ള നീക്കത്തിന്റെ, തന്ത്രപരമായ നീക്കത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ആണ് അതെന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ BDJS BJP മുന്നണി വിട്ട് ഇടതു മുന്നണിയിൽ എത്തുമെന്ന് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. അതിനുള്ള നീക്കങ്ങളാണ് വെള്ളാപ്പള്ളിയും പിണറായിയും ഒരേ മനസ്സോടെ നടത്തുന്നത്. BDJSന് ശക്തമായ വോട്ട് ബാങ്ക് ഉണ്ട്, പ്രത്യേകിച്ച് ആലപ്പുഴ, കൊല്ലം തുടങ്ങിയ ജില്ലകളിൽ. ആ വോട്ടുകൾ വലിയ തോതിൽ CPMനും ഇടത് സ്ഥാനാർത്ഥികൾക്കും ലഭിക്കുകയാണെങ്കിൽ അത് CPMനും ഇടതുമുന്നണിക്കും വളരെ മികച്ച രാഷ്ട്രീയ നേട്ടം തന്നെ ഉണ്ടാക്കും. കോൺഗ്രസിന് മുകളിൽ ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാക്കാൻ, UDFന് മുകളിൽ ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാക്കാൻ അത് CPMനെയും ഇടതുമുന്നണിയെ സഹായിക്കുമെന്ന് പിണറായി വിജയന് നന്നായി അറിയാം. കളമറിഞ്ഞ് കളിക്കുന്നയാളാണ് വെള്ളാപ്പള്ളി. ഇനി BDJS ഇടതുമുന്നണിയോട് ഒട്ടി നിന്നാൽ തുഷാർ വെള്ളാപ്പള്ളിയെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ തനിക്ക് യാതൊരു ബുദ്ധിമുട്ടൊന്നുമില്ലെന്നും, തുഷാർ വെള്ളാപ്പള്ളിയെ രാജ്യസഭാ അംഗമാകുമെന്ന് പറഞ്ഞ് പലതവണ BJP തങ്ങളെ പറ്റിച്ചെന്നുമാണ് വെള്ളാപ്പള്ളി തന്റെ അടുത്ത ആൾക്കാരോടൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് രാജ്യസഭാ സീറ്റ് BJP ഇനി ഏതായാലും തുഷാർ വെള്ളാപ്പള്ളിക്ക് നൽകില്ല എന്ന് ഉറപ്പായപ്പോൾ ഇനി ഇടതുമുന്നണിയിലെത്തി അവിടെ ഒരു സഖ്യകക്ഷിയായി മാറി തുഷാറിനെ മന്ത്രിയാക്കാനുള്ള നീക്കമാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നതെന്നാണ് അദ്ദേഹത്തോട് അടുത്തു നിൽക്കുന്ന ചില ആളുകൾ രഹസ്യമായി സമ്മതിക്കുന്നത്. അതിന് പിണറായി വിജയൻ സമ്മതം കൂടുകയും ചെയ്തു. പിണറായിയുടെ സമ്മതം കിട്ടിയാൽ പിന്നെ ആർക്കും ഇടതുമുന്നണിയിലേക്ക് വരാമല്ലോ. വളരെ കൃത്യമായ രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വെള്ളാപ്പള്ളി നടേശന് സ്വീകരണം നൽകുന്ന പരിപാടികൾ സംഘടിപ്പിച്ചതും അതിന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തതും ഇവരെല്ലാം വാനോളം വെള്ളാപ്പള്ളിയെ പുകഴ്ത്തിയതും.